ഹലോ, ഇത് ഞങ്ങളുടെ കൊടൈക്കനാൽ യാത്രയുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. എണീറ്റ ഉടനെ തന്നെ ഞാൻ കതകും തുറന്നുകൊണ്ട് ഈ ഒരു വ്യൂ കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അതിന് മുന്നേ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് രാവിലെ തന്നെ റെഡി ആവാനായിട്ട് പോവാം കേട്ടോ. രാവിലെ തന്നെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ റൂമൊന്നും വെക്കേറ്റ് ചെയ്യാതെയാണ് കേട്ടോ പോകുന്നത്. സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വീണ്ടും ഇവിടെ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളോട് ചോദിച്ചിട്ടാണ് കേട്ടോ, എന്ത് വേണമെന്ന് ചോദിച്ചിട്ടാണ് റെഡിയാക്കിയത്. അപ്പോൾ കുഞ്ഞിനും കൂടെ കൊടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇനി റൂമിൽ ചെന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് റെഡിയായിട്ട് ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ചിരുന്ന ആ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. ആ കാണുന്നതൊക്കെ ഒരു പാർക്കൊക്കെ ആയിരുന്നു എന്ന് കേട്ടോ പറഞ്ഞ്. ഇപ്പോൾ അതെല്ലാം കാട് കയറി നശിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ദാണ്ടെ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോടയും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും രാവിലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇനി നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? നമ്മളിനി ഗുണ കേവിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ. ഈ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമയുണ്ടല്ലോ, ആ സിനിമ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗുണ കേവിൽ പോകണമെന്ന്. അത് സെറ്റിട്ടേക്കുവാണെങ്കിലും ആ ഒരു ആംബിയൻസും ആ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ത്വരയായിരുന്നു. എന്താണ് അവിടെ ഇത്ര കാണാനെന്നൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഗുണ കേവ് കാണാൻ വന്നേക്കാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല കേട്ടോ. ഫുള്ള് നെറ്റൊക്കെ ഇട്ട് എല്ലാം അടച്ചു വെച്ചേക്കും അല്ലേ. അപ്പം ഞാൻ പ്രതീക്ഷിച്ച കണക്കൊന്നും ആയിരുന്നില്ല. എന്നാലും നല്ല വൈബായിരുന്നു, അടിപൊളിയായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ഓരോ നെറ്റിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ നോക്കുമായിരുന്നു അവിടെ എന്താണ് ഈ അടച്ചു വെച്ചേക്കുന്നതെന്നൊക്കെ കേട്ടോ. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്. പിന്നെ ഇതാ ഈ ഒരു വ്യൂ, അടിപൊളി വ്യൂ ആയിരുന്നു. എന്ത് രസമായിരുന്നു എന്നറിയോ കാണാൻ. ഞാൻ ഈ ചില റീൽസിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയും ഭംഗി കാണുമോ, എഡിറ്റിംഗ് ആയിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചോട്ടോ. പക്ഷേ ഇത്രയും ഭംഗിയുണ്ടെന്ന് നേരിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഒരുപാട് തിരക്കാവുന്നതിന് മുന്നേ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഞങ്ങൾ ആ പോകുന്ന വഴിയിൽ തന്നെ അതിനിടയ്ക്കൊക്കെ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാട്ടോ പോയെ. അതിൻ്റെ ഇടയ്ക്ക് അപ്പായി മോന് റീലെടുക്കാൻ നോക്കിയതാണ്, പക്ഷേ അത് ഫ്ലോപ്പായി പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന ടൈം ആയപ്പോൾ തന്നെ ഇവിടെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്കാണ് വന്നത്. പക്ഷേ ഞങ്ങളവിടെ ഇറങ്ങിയില്ല. അവിടെ ഞങ്ങൾ പെട്ടെന്ന് പോയി, ഇത് മാത്രമല്ലേ ഉള്ളൂ കാണാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ഞാൻ അടുത്ത പാർട്ടാക്കി ഇടാം. എല്ലാം കൂടെ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.